ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നടൻ സിദ്ദിഖ് അത് കൂടാതെ മുകേഷ് ഈ രണ്ട് പേരുടെ കാര്യത്തിലാണ് ഇപ്പം നിയമ നടപടികൾ നടക്കുന്നതെന്ന് പറയുന്നത്. അതിൽ മുകേഷിനാണെന്നുണ്ടെങ്കിൽ MLA ആയിട്ടുള്ള മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും അദ്ദേഹത്തിന് വിട്ടയക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പം നടക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടുകളിൽ ഒന്നും തന്നെ അദ്ദേഹത്തിനെ കാണാനില്ല. അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ ഒരു തരത്തിലും ഒന്നിലും ഒരു ബെല്ല് പോലെ എല്ലാം സ്വിച്ച് ഓഫ് ആയിട്ടുള്ള നിലയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന അധികൃതർക്ക് അല്ലെങ്കിൽ പോലീസ് അധികൃതർ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് ഏവർക്കും ഊഹിക്കാൻ പറ്റും. ഈ പറയുന്ന വിദേശത്തേക്ക് കടക്കുക എന്നൊരു സംഭവമുണ്ട്. അവർക്ക് പെട്ടെന്ന് പറ്റുന്നൊരു കാര്യമാണ്. എല്ലാം ഒന്ന് തണുത്താറിയതിന് ശേഷം പിന്നെ എത്രയും കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നാൽ മതിയല്ലോ. അതൊരു പുതിയൊരു ഐഡിയ അല്ലല്ലോ, പണ്ട് കാലമേ നടക്കുന്നൊരു കാര്യമാണ്. ഇതിന് മുന്നുണ്ടായിട്ടുള്ള പല പീഡന പരാതികളിലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പല കക്ഷികളും അങ്ങനെയാണ് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ കേസ് വഴിതിരിച്ച് വിട്ടിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന കണക്ക് അവരുടെ രീതി അനുസരിച്ച് പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കുക, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ. അപ്പം എന്നിരുന്നാൽ കൂടി ഇപ്പം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന പ്രവർത്തികൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലുള്ള മിക്ക ഹോട്ടലുകളിലും ഈ പറയുന്ന സിദ്ദിഖ് ഉണ്ടോ അല്ലെങ്കിൽ താമസിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് വരികയാണ്. അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ഒരു നടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പരാതി നൽകുന്നു. ആ പരാതി അനുസരിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയായിരുന്നു. ഏറ്റവും വലിയ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വിചിത്രമായി തോന്നിയ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വന്നതിന് ശേഷം അമ്മ എന്ന് പറയുന്ന താരസംഘടന എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു നമ്മുടെ സിദ്ദിഖ് എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വിനയാന്വിതനായിട്ടിരുന്ന് ഈ പറയുന്ന ഇരകൾക്ക് വേണ്ടി വാദിച്ച ഒരു വ്യക്തി പിറ്റേ ദിവസം ഇത്തരത്തിൽ അത് തന്നെയാണ് ഈ പറയുന്ന കേസ് കൊടുത്ത നടിയെ പ്രകോപിതയാക്കിയൊരു കാര്യം. കാരണം ആ പെൺകുട്ടിയോട് ഇത്തരത്തിൽ ചെയ്ത കാര്യത്തിന് പിന്നീട് ഒരു കൂസലും ഇല്ലാതെ എല്ലാവർക്കും ഈ പറയുന്ന ഇരവാദത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ അനുഭവിച്ച കാര്യങ്ങൾ അവർക്ക് മനസ്സിലേക്ക് കടന്നു വരികയും അവർ വീണ്ടും പരാതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ പരാതിക്ക് ശേഷം നമ്മൾ കണ്ടതാണ് പലതരത്തിലും. പിന്നെ ആ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ മറ്റു പലരും രംഗത്തേക്ക് വരുന്നതൊക്കെ കണ്ടു. പക്ഷെ എന്നിരുന്നാൽ കൂടി ബാക്കിയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ള ബാക്കി പ്രതികരണം അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ച് വന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് സുപ്രീം കോടതിയിലേക്ക് ജാമ്യാപേക്ഷ വീണ്ടും നൽകാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പം അതുവരെ മാറി നിൽക്കുക എന്നൊരു സംഭവത്തിലായിരിക്കും ഈ പറയുന്ന അവരുടെ ലോയർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കൊടുത്തിട്ടുള്ള ഒരു അവർ തമ്മിൽ നടക്കുന്ന ഒരു ആശയവിനിമയം ഉണ്ടല്ലോ. അപ്പം അതനുസരിച്ചായിരിക്കും അദ്ദേഹം മാറി നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പം എന്നിരുന്നാൽ പോലും നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന മടിയിൽ കനമില്ലാത്തവൻ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സത്യമായിട്ടുള്ള വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നീതി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ സത്യസന്ധത ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ഈ പറയുന്ന സത്യം മാത്രമേ ജയിക്കുന്നതുകൊണ്ട് സംഭവം ഉണ്ടല്ലോ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തി അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇത്തരത്തിലൊരു ഒളിച്ചോട്ടത്തിനെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും ഈ പറയുന്ന ഏതിലോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പേടിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാറി നിൽക്കുന്നതെന്ന് പറയുന്നത്. ഈ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈ ഒരു വാദം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് MLA കൂടിയായിട്ടുള്ള മുകേഷ്. പക്ഷെ അദ്ദേഹം ഇത്തരത്തിൽ ഒളിച്ചോടുന്നൊന്നും നമ്മൾ കണ്ടില്ല. അപ്പം രണ്ടുപേരെയും നമുക്കറിയാലോ സിനിമാ ഫീൽഡിലുള്ള വ്യക്തികളാണ്. അപ്പം രണ്ടുപേരും തമ്മിൽ വല്ലാത്തൊരു അന്തരമാണ് ഈ ഒരു കേസുമായിട്ട് അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മുകേഷ് നേരിടുന്ന കേസിനെ കഴിഞ്ഞ് കുറച്ചുകൂടി തെളിവുകൾ ഇതിൽ ശക്തമാണ്. കാരണം ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം കൃത്യമായി നടന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടി പറഞ്ഞത് 2016 ജനുവരി 28 ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചത്. അത് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ നിന്നെന്ന്. അപ്പം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായിട്ട് മസ്കറ്റ് ഹോട്ടലിൽ ചെന്നിട്ട് അവിടുത്തെ ഗസ്റ്റ് രജിസ്റ്റർ പരിശോധിച്ച സമയത്ത് കറക്റ്റായിട്ട് 2016 ജനുവരി 28 അദ്ദേഹം അവിടെ താമസിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടി പറഞ്ഞ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അവർ താമസിച്ചിരുന്ന ഒരു റൂം, അത് കൃത്യമായിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് ഏറ്റവും അങ്ങേയറ്റത്തേക്കായിട്ടുള്ള ഒരു റൂമിലായിരുന്നു. അതിന് ജനാലയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അദ്ദേഹം അന്ന് താമസിച്ചിരുന്ന റൂമിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് അത് കറക്റ്റ് തന്നെയാണ്, അതുമായി യോജിച്ച് പോകുന്ന തരത്തിലാണ് ആ മൊഴിയും വരുന്നതെന്ന് പറയുന്നത്. പിന്നീട് പറഞ്ഞ കാര്യം ആ റൂമിലേക്ക് ഭക്ഷണം വരുത്തി അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി കൊടുത്ത മൊഴി പീഡനത്തിന് ശേഷം ആ പെൺകുട്ടിയോട് അവഗണന അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള
ഏറ്റവും കൂടുതൽ തരം താഴ്ത്തുന്ന തരത്തിലേക്ക് ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് ഭക്ഷണം വരുത്തി വെച്ച് കഴിക്കുക എന്നൊരു സംഭവം, അതും ആ പെൺകുട്ടി ഈ പറയുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു മൊഴിയാണ്. ആ മൊഴിയും കൃത്യമായിട്ട് എന്തൊക്കെയാണ് അയാൾ അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചിരുന്നത് ആ ഒരു കാര്യം ആ പെൺകുട്ടി മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ആ ഒരു ബില്ല് എടുത്ത് നോക്കിയ സമയത്തും സെയിം ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ് ആ റൂമിലേക്ക് സിദ്ദിഖ് വരുത്തി കഴിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ പെൺകുട്ടി എന്തൊക്കെയാണോ മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് അന്നത്തെ ദിവസം സിദ്ദിഖ് ചെയ്തത് അല്ലെങ്കിൽ കഴിച്ചത്, അന്നത്തെ ദിവസം മൊത്തം മുന്നോട്ട് പോയതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയുടെ വാദം ശക്തമാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സത്യമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്, തെളിവുകളാണ് പോലീസ് ശേഖരിച്ചതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ദിഖ് പറയുന്ന വാദങ്ങൾ ഒരിക്കലും ഇതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിക്ക് വേറൊരു വഴിയില്ല. കൃത്യമായിട്ട് ഹൈക്കോടതി ചെയ്യുന്നതെന്ന് പറയുന്നത് ആരുടെയാണോ നമുക്കറിയാവുന്നവരാണ്. കോടതികളെന്ന് പറയുമ്പോൾ എപ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വിധി പ്രസ്താവം നടക്കുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് നമുക്കറിയാം പല കേസുകളിലായാലും ശക്തമായിട്ടുള്ള ഈ പറയുന്ന മൊഴിയോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തെളിവുകളോ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും പലപ്പോഴും ഈ പറയുന്ന കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിന് നമ്മുടെ നീതിപീഠത്തെ നമുക്ക് പഴിക്കാനൊന്നും കഴിയുന്ന കാര്യമല്ല. കാരണം കോടതിയിൽ എപ്പോഴും തെളിവുകൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പെൺകുട്ടി പറഞ്ഞിട്ടുള്ള മൊഴികൾക്ക് അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയതിനാൽ തന്നെ നമ്മുടെ സിദ്ദിഖ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എതിർവാദങ്ങൾ അവിടെ താന്നു പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുകയാണ് ചെയ്യുന്നത്, അവിടെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിക്ക് ഉറപ്പായിട്ടും ജാമ്യം നൽകാൻ കഴിയില്ല. കാരണം അറിയാവുന്ന കാര്യമാണ്, ശക്തരായിട്ടുള്ള പ്രതികളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു കുറ്റം ആരോപിതരായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പുറത്തിറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ ഇടപഴകി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ എതിർഭാഗത്ത് നിൽക്കുന്ന ബാധിയായി നിൽക്കുന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പീഡന കേസൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്കത് വലിയ തരത്തിലുള്ള ഈ പറയുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിലപ്പുറത്തേക്ക് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പിടിപാടുകൾ ഏറ്റവും കൂടുതലുള്ള പ്രതികളാണെങ്കിൽ അല്ലെങ്കിൽ കുറ്റവാളികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറ്റാരോപിതരാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പം കുറ്റം തെളിഞ്ഞതുപോലെയാണ് ഏകദേശം വന്നിരിക്കുന്നത്. ഏകദേശം അല്ല, ഈ പറയുന്ന 90% അങ്ങനെ തന്നെയാണ്, അതിൽ കൂടുതലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഭയങ്കരമായിട്ട് വൈരുദ്ധ്യം നിറഞ്ഞതാണ്. ആ പെൺകുട്ടി പറഞ്ഞതെല്ലാം സത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവസത്തിൽ നടന്ന കാര്യങ്ങളാണെന്ന് ഉചിതമായിട്ടുള്ള തെളിവുകൾ സാധൂകരിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നീതിപീഠത്തിന് ഇരയുടെ കൂടെ മാത്രമേ നിൽക്കാൻ നിർവാഹമുള്ളൂ. അപ്പം അവിടെ ഈ പറയുന്ന പ്രശസ്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പണമുണ്ടെന്നോ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാവർക്കും തുല്യത, ഇക്വാലിറ്റി എന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മുടെ നിയമം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ലോയ്ക്ക് മുന്നിൽ എല്ലാവരും സമത്വമുള്ളവരാണ് അല്ലെങ്കിൽ സമന്മാരാണ്. അതിൽ ഈ പറയുന്ന പണമുണ്ടോ അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടോ അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ ഇങ്ങനെ യാതൊരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. കൃത്യമായിട്ട് തെറ്റ് ചെയ്യുന്നവൻ അവിടെ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പം ഒരു നിരപരാധി പോലും ഈ പറഞ്ഞ ശിക്ഷിക്കപ്പെടാതിരിക്കുക എന്നൊരു സംഭവത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ നീതിപീഠത്തിൻ്റെ ആ ഒരു കറക്റ്റ്നെസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിദ്ദിഖ് എന്ന് പറയുന്ന ആ ഒരു നടൻ കൃത്യമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനുള്ള നിയമ നടപടികൾ അഭിമുഖീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കടമയായിട്ടാണ് കാണേണ്ടത്. അതിലപ്പുറത്തേക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ട് ഈ മുങ്ങി നടക്കുക, നമ്മുടെ ഈ പറയുന്ന പേരും പ്രശസ്തിയും അല്ലെങ്കിൽ ഇടപാടുകളും വെച്ചിട്ട് മുങ്ങി നടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റുകളെ കൂടുതൽ ഇങ്ങനെ വക്രീകരിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം ഒളിച്ചോടുക എന്ന് പറയുന്നത് ഒന്നിനും ഒരു പ്രതിവിധിയല്ല. എന്തൊക്കെയാണോ മുന്നോട്ട് വരുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ധീരമായിട്ട് പോരാടുക, അതിനെതിരെ പ്രതികരിക്കുക എന്നൊരു സംഭവമാണ്. അതിലപ്പുറത്തേക്ക് അവിടെ മാറി നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചോടുക എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടും ആ തെറ്റിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അത് ചെയ്ത തെറ്റ് തന്നെയാണ്. ഇതിലപ്പുറത്തേക്ക് എപ്പോഴും നല്ല വാദം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കുട്ടിയായി ചമഞ്ഞുകൊണ്ടിരുന്ന നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവത്തോടെ പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ അത്രയും ഈ പറഞ്ഞ സിനിമയിൽ അവസരം കൊടുക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വൃത്തികെട്ട രീതിയിലേക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഭാര്യ മരിച്ചു പോകുന്ന കാര്യം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മൂത്ത മകൻ സുഖമില്ലാത്തതാണ്, മരിച്ചുകൊണ്ട്. അപ്പം ഇത്രയും ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു പെൺകുട്ടിയോട് പെരുമാറാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ അങ്ങോട്ട് യോജിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിൽ നായകന്മാരായിട്ട് കാണുന്ന നല്ല വേഷം കിട്ടുന്ന സഹനടന്മാരൊന്നും ആയിരിക്കില്ല ജീവിതത്തിലെ നല്ല വ്യക്തികളെന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിൽ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കും ജീവിതത്തിലെ നടന്മാരെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആർക്കും ഈ പറയുന്ന വിലയിടാൻ പറ്റത്തില്ല, നല്ലവനാണോ അതോ കെട്ടവനാണോ എന്നുള്ള രീതിക്ക്. നമുക്ക് ഈ പറയുന്ന പോകെ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ചിലപ്പം ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ആണെങ്കിലും മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും പറ്റില്ല. കൂടെ ജീവിക്കുന്നവരോട് പോലും ഈ പറയുന്ന നമുക്ക്
നമുക്ക് എത്ര വർഷം ജീവിച്ചിരുന്നാൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദുഷിച്ച കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അച്ഛൻ തന്നെ സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, സ്വന്തം മകളെ അമ്മയുടെ അടുത്തുനിന്ന് എടുത്ത് അടുക്കളയിലേക്ക് സ്ഥിരമായി കൊണ്ടുപോകുന്ന ഒരു അച്ഛൻ്റെ വാർത്ത എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകുക എന്നുള്ളതല്ല, സ്ത്രീയോടൊപ്പം പുരുഷനും ഈ പറയുന്ന സുരക്ഷിതത്വത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം പലയിടങ്ങളിലും സ്ത്രീകൾ ഈ പറയുന്ന മാനസിക സമ്മർദ്ദത്തിന് വഴിപ്പെടുന്നത് പോലെ തന്നെ മാനസിക പീഡനങ്ങൾ ഉണ്ടാവുന്നത് പോലെ തന്നെ പുരുഷന്മാരും അത് ഏൽക്കുന്നുണ്ട് പല വിധത്തിൽ. അപ്പം എല്ലാവർക്കും ഈ പറയുന്ന ഇക്വാളിറ്റി എന്ന് പറയുന്ന സമത്വം എന്ന് പറയുന്ന കാര്യം അനിവാര്യമാണ്. അത് കൊടുക്കേണ്ടത് നീതിപീഠം തന്നെയാണ്. പക്ഷെ പണത്തിൻ്റെ പ്രശസ്തിയുടെ പേരിൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല.